ഹലോ ഹായ് ഗൈസ് നമസ്കാരം. മക്കൾ സെൽവൻ വിജയ് സേതുപതി. അങ്ങേര് ശരിക്കും മക്കൾ സെൽവൻ എന്നല്ല വിളിക്കേണ്ടത്, മഹാരാജാവ് തന്നെ വിളിക്കണം. ആ ജാതി പെർഫോമൻസ് ആണ് അങ്ങേര് മഹാരാജ എന്ന് പറയുന്ന അങ്ങയുടെ ഏറ്റവും ലേറ്റസ്റ്റ് പടത്തിൽ ചെയ്തു വെച്ചേക്കുന്നത്. മഹാരാജ എന്ന് പറയുന്ന ക്യാരക്ടർ, ടൈറ്റിൽ ക്യാരക്ടർ തന്നെയാണ് വിജയ് സേതുപതി ചെയ്തേക്കുന്നത്. അയാളൊരു ബാർബറാണ്. അയാൾക്ക് അയാളുടെ വൈഫിനെയും കുട്ടിയെയും ഒരു ആക്സിഡന്റിൽ ഒരു ട്രക്ക് അയാളുടെ വീട്ടിനകത്തേക്ക് ഇടിച്ച് കയറിയിട്ട് മരണപ്പെടുന്നതായിട്ടാണ് തുടക്കത്തിൽ കാണിക്കുന്നത്. പക്ഷെ പിന്നീട് കാണിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. ആ സമയത്ത് അയാളുടെ കൂടെ കുട്ടിയുണ്ട്. ആ കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയാണ് പിന്നെ കഥ പുരോഗമിക്കുന്നത്. അയാളുടെ മകൾ വളർന്ന് സ്കൂൾ കുട്ടിയാണ്. അയാൾ ഒരു ക്യാമ്പിന് പോകുന്നു. ആ സമയം അയാളുടെ വീട്ടിൽ ഒരു കളവ് നടക്കുന്നു. അയാളും അയാളുടെ മകളും വളരെ കാര്യമായിട്ട് നോക്കിയിരുന്ന ഒരു ലക്ഷ്മി എന്ന് പറയപ്പെടുന്ന ഒരു പർട്ടിക്കുലർ ഒരു സാധനം കാണാണ്ട് പോകുന്നു. അതിന് വേണ്ടിയിട്ട് അയാൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതിപ്പെടുന്നു. അങ്ങനെയാണ് ഈ കഥ തുടങ്ങുന്നത്. ലക്ഷ്മി എന്താണെന്ന് ചോദിക്കുമ്പോൾ അയാൾ കുറേ ആക്ഷൻസ് കാണിക്കുന്നുണ്ട്, എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ചെയ്യിക്കുകയാണ് പോലീസുകാരെ. ഈവൻ കാണുന്ന പ്രേക്ഷകരെ നമുക്കൊരു കൺഫ്യൂസിങ് തോന്നുമെങ്കിലും, പക്ഷെ പോകെ പോകെ ആ കഥയുടെ ഒരു ലെവൽ അങ്ങ് മാറും. ഇതിൽ ഒരു ആദ്യത്തെ കുറച്ച് സമയത്തിന് ശേഷം തന്നെ നമുക്ക് അനുരാഗ് കശ്യപിനെ കാണിക്കുന്നുണ്ട്. അനുരാഗ് കശ്യപ് ഒരു വില്ലനായിട്ടാണ്. വീടുകൾ കയറി മോഷ്ടിക്കുന്ന ഒരാളാണ്. മോഷ്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ വയലന്റ് ആയിട്ടാണ് അയാൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. അയാളുടെ കൂടെ ഒരാൾ സഹായം ഉണ്ടാവും. അയാൾ ചെയ്യുന്നത് അവിടുത്തെ ആ വീട്ടുകാരെ വളരെ രീതിയിൽ ബ്രൂട്ടലാക്കുന്നുണ്ട്, ഈവൻ കൊല്ലുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു വയലന്റ് അറ്റാക്ക് തന്നെയാണ് അയാൾ കാണിക്കുന്നത്. അയാൾക്കൊരു ഭാര്യയും ഒരു കുഞ്ഞുമുണ്ട്. ഭാര്യയായിട്ട് വരുന്നത് അഭിരാമിയാണ്. പഴയ മലയാള സിനിമകളിലൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ ജയറാമിൻ്റെ കൂടെയൊക്കെ അഭിനയിച്ചിട്ടുള്ള ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള, മോഹൻലാലിൻ്റെ കൂടെയൊക്കെ അഭിനയിച്ചിട്ടുള്ള നായികയാണ് അഭിരാമി. അവർ വളരെ കാലങ്ങൾക്ക് ശേഷം സിനിമയിൽ തിരിച്ച് സജീവമാണിപ്പോൾ. അതുപോലെ തന്നെ മമത മോഹൻദാസ് ഉണ്ട്, ഒരു PT ടീച്ചറായിട്ട്. ഇവർ രണ്ടുപേരും അതിനകത്തുണ്ടെങ്കിലും അവരുടെ ക്യാരക്ടേഴ്സിന് പ്രത്യേകിച്ച് ഇമ്പാക്റ്റ് ഒന്നും ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇനി അത് ഇമ്പാക്റ്റ് ഇല്ലെങ്കിൽ കൂടിയും ആ കഥയ്ക്ക് അതൊരു പോരായ്മയൊന്നുമല്ല. കാരണം അതുപോലെ സ്ട്രോങ് ആയിട്ടൊരു സ്ക്രിപ്റ്റ് അതിനകത്തുണ്ട്. വിജയ് സേതുപതിയും അനുരാഗ് കശ്യപും വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അതിൽ എടുത്തു പറയുന്നത് വിജയ് സേതുപതി തന്നെ. ഒരു രക്ഷയില്ലാത്ത ലെവലിലാണ് അദ്ദേഹം ചെയ്തു വെച്ചേക്കുന്നത്. ഒരു പോലീസ് സ്റ്റേഷൻ സീനൊക്കെ ഉണ്ട്. അതൊക്കെ മരണമാസ സീനാണ് അതൊക്കെ. അതുപോലെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. വിജയ് സേതുപതി അതിലൊക്കെ അങ്ങ് അറിഞ്ഞാടിയേക്കാണ്. വയലൻസ് ആണ്, അത് പറയാതിരിക്കാൻ വയ്യ. കട്ട വയലൻസ് എന്നുള്ള ലെവലിലാണ് ചെയ്തേക്കുന്നത്. ജയിലർ സിനിമയിൽ രജനീകാന്ത് കാണിക്കുന്നുണ്ട് ഒരു സീനിൽ തലവെട്ടുന്നത്. അതേപോലെയൊക്കെ തന്നെ ഇതിനകത്ത് തലവെട്ടുന്നതൊക്കെ ഉണ്ട്. അത് വയലൻസ് സീൻ തന്നെയാണ്, അത് പറയാതിരിക്കാൻ വയ്യ. വയലൻസ് ടു ദ കോറാണ്. പക്ഷേ അതിനൊക്കെ നമുക്ക് അതിനൊക്കെ എല്ലാത്തും ജസ്റ്റിഫിക്കേഷൻ ലെവലാണ് കേട്ടോ. ആ കാണിക്കുന്ന രീതിയെല്ലാം ഭയങ്കരമായിട്ടുള്ള രീതികളാണ് ആ പടത്തിന് അത്രയധികം ആൾക്കാരെ പിടിച്ചിരുത്തുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും ആൾക്കാർക്ക് ഒരു വിധം പിക്ചർ കിട്ടും ഇതെന്താ സംഭവിച്ചെന്നുള്ളത്. ആ രീതിയിലാണ് എന്തിനാണ് പോലീസ് സ്റ്റേഷനിൽ വരുന്നത് എന്നുള്ളത്, എന്താണ് ഇയാൾക്ക് ശരിക്കും നഷ്ടപ്പെടുക എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും. എടുത്തു പറയേണ്ട മറ്റൊരു ഏരിയ എന്ന് പറയുന്നത്, ഇതിനകത്ത് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ കുറച്ച് പോലീസുകാരുണ്ട്. അവരുടെ ആക്ടിങ്, അവർ കാണിക്കുന്ന കുറച്ച് സീൻസൊക്കെ ഉണ്ട്. അവരും, അതായത് പോലീസുകാരും ശരിക്കും മനുഷ്യരാണ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ കുറച്ച് സീൻസൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല അന്യായം സീൻസ് തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. അത് ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. നമുക്ക് സ്ഥിരമായ സിനിമകളിൽ വില്ലനായിട്ടും അതുപോലെ ക്യാരക്ടർ റോളിലും ഒക്കെ ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാർ തന്നെയാണ് അത് കൈകാര്യം ചെയ്തേക്കുന്നത്. വളരെ നല്ല മികച്ച രീതിയിൽ തന്നെ അവരത് ചെയ്തിട്ടുമുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്തുള്ള ട്വിസ്റ്റ് എന്ന് പറയുന്നത്, വേണ്ട ട്വിസ്റ്റ് ഞാൻ പറയുന്നില്ല, അത് കണ്ടു തന്നെ മനസ്സിലാക്കുന്നത് നല്ലത്. പറഞ്ഞാലും തീരില്ല വിജയ് സേതുപതിയുടെ ലെവൽ ഓഫ് ആക്ടിങ്. അത്ര ഗംഭീരമായിട്ടാണ് പുള്ളി ചെയ്തു വെച്ചേക്കുന്നത്. ഈ പടത്തിന്റെ തുടക്കത്തിൽ ഒരു സീൻ കാണിക്കുന്നുണ്ട്. ഒരു പാമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂർഖൻ, ഒരു ഒന്നൊന്നര മൂർഖൻ. അത് മേ ബി മോഡലായിരിക്കാം. പക്ഷേ ആ ഒരു ഷോട്ട് എന്ന് പറയുന്ന ഈ പടത്തിന് ആദ്യം നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും, അതെന്തിനാണ് ആ ഷോട്ട് കാണിച്ചിട്ടുള്ളത്. പക്ഷെ ആ പടത്തിന്റെ അവസാനത്തേക്കുള്ള ഈ പടത്തിന്റെ ക്രക്സും അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ തീമുണ്ട്. ആൾക്കാരുടെ മനുഷ്യന്റെ ഒരു ചിന്ത, അല്ലെങ്കിൽ മനുഷ്യന്റെ ഒരു ക്രൂവൽറ്റി എന്തെന്നാണ് അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്ന അതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ ഒരു ലെവൽ. കാരണം മൂർഖൻ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സാധനം, വിഷമുള്ള ഒരു മൂർഖൻ അതുപോലും ചെറുതായി പോകുന്നു എന്നുള്ള ലെവലിലാണ് എൻ്റെ ഒരു വിശ്വാസം അത് തന്നെയാണ് കേട്ടോ. അങ്ങനെയാണ് അത് കാണിച്ചിരിക്കുന്നത്. അത് നല്ല കിടിലൻ സീനാണ്. ആദ്യത്തെ ഒരു ഷോട്ടിൽ കാണിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അതേ ഷോട്ട് തന്നെ വീണ്ടും കാണിക്കുന്നുണ്ട്. പക്ഷെ നല്ലൊരു സീനാണത്.
ജൂൺ 14 തീയതിയാണ് ഈ പടം ആദ്യമായിട്ട് റിലീസായത്. പക്ഷേ ഒരു മാസം ആകുന്നതിന് മുമ്പ് തന്നെ ഇത് OTTയിൽ വന്നിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സ് ആണ് ഇത് സ്ട്രീം ചെയ്യുന്നത്. ഇതുവരെയും കണ്ടിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് കാണുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ പടം. കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും.